കണ്ണൂർ രൂപതയുടെ സഹായമെത്രാനായ അഭിവന്ധ്യ റൈറ്റ് റെവറൻഡ് ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ഇടയശബ്ദത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ കൂടുതൽ തീക്ഷ്ണമായ മിഷൻ അനുഭവങ്ങളും കുടുംബത്തിലൂടെ വളർന്നു വന്ന ദൈവിക അനുഭവങ്ങളും ശാലോം ടി വിയുമായി അഭിവന്ധ്യ പിതാവ് ഇപ്പോൾ പങ്കുവെക്കുകയാണ്. പിതാവെ, അങ്ങേക്ക് ഹൃദ്യമായ സ്വാഗതം. അതുപോലെ തന്നെ പിതാവ് മിഷൻ രംഗത്ത് എനിക്കൊന്ന് പിതാവിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും അധികം മിഷൻ പ്രദേശങ്ങളിലെ മിഷനറി ആയിട്ട് തന്നെയായിരുന്നു. അവിടെ പ്രത്യേകിച്ചും ഈ മാൾട്ടയും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ പിതാവ് ശുശ്രൂഷ ചെയ്തത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശുശ്രൂഷ രീതിയും ഒക്കെയാണ് അവിടെയുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു അവിടുത്തെ ആളുകളുടെ വിശ്വാസ തീഷ്ണത, വിശ്വാസ ദാഹം അത് എത്രത്തോളം ആഴത്തിലുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഈ രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയിലാണെന്ന് പറയാം. ആഫ്രിക്കയിൽ ആദ്യം ചെന്ന് വിടുന്നത് ബുറുണ്ടി. അത് ഒരു ബെൽജിയം കോളനിയാണ്. പക്ഷേ അവിടെയുള്ള ആളുകൾ ആ സമയത്ത് ആഭ്യന്തര കലാപമുള്ള ഒരു സ്ഥലമാണ്. ഹുട്ടും ടുട്സിയും തമ്മിലുള്ള വർഷങ്ങളായിട്ട് കലാപം നടക്കുന്ന ട്രൈബൽ യുദ്ധം, അതായത് അവർ തമ്മിലുള്ള വംശീയ കലാപം നടക്കുന്ന ഒരു സ്ഥലത്ത് ഓരോ പള്ളികളിലും ചെല്ലുമ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിലെ അവരുടെ ആ പാർട്ടിസിപ്പേഷൻ നമ്മൾ അതിശയിപ്പിക്കുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചവെപ്പായാലും ആരംഭമായാലും പാട്ടുപാടി നൃത്തം ചെയ്ത്, അതുപോലെ തന്നെ ആ ദീപലി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ആഘോഷമാണ്. നമ്മുടെ പോലെ ഒരു മണിക്കൂറിന്റെ ആഘോഷമല്ല. അത് ആഘോഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ടത് ഒരു ദിവസം പൂർണ്ണം കൊടുത്തേക്കാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ അവർ ഈ സമയം നോക്കാറില്ല. അവർ രാവിലെ ദാവീദും പഴയതിൽ പറയുന്ന പോലെ നൃത്തം ചെയ്ത് തന്നെയാണ് അവരുടെ വിശ്വാസം. അപ്പൊ അവർക്ക് എല്ലാം മറന്ന് സ്വർഗീയമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ ഇതാണ് ഞാൻ ഈ ആഫ്രിക്കയിലുള്ള രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം മുഴുവനായിട്ട് ദൈവത്തിനായിട്ട് പാടാനും ആ ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള അത് നമ്മളെ ആ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുത്തും. അവരുടെ ആ പ്രകടനങ്ങൾ എത്രമാത്രം ദാരിദ്ര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ പ്രശ്നങ്ങളിലാണെങ്കിലും ദൈവവുമായിട്ട് അവർ സംവാദിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയൊക്കെ ഗാനങ്ങളായിട്ടും നൃത്തമായിട്ടൊക്കെ അവർക്ക് കാഴ്ചവെക്കാൻ സമർപ്പിക്കുമ്പോൾ തന്നെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അവർക്ക് പരിഹരിക്കാൻ പറ്റും. സമ്പത്ത് അധികം ഇല്ലെങ്കിൽ തന്നെങ്കിലും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാനായിട്ട് സമാധാനം അനുഭവിക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ മുമ്പിൽ സർവ്വതും മറന്നിട്ടുള്ള ഒരു നൃത്തം. ദാവീദും അത് തന്നെയല്ലേ ഇത്. രാജാവാണെങ്കിലും ദൈവത്തിന് മുന്നിൽ പാട്ടുപാടി ദാവീദ് രാജാവിന് ആ ദൈവത്തിനോടുള്ള വിശ്വസ്തതയും സ്നേഹവും അതൊരു എക്സ്പ്രഷനായിട്ട് നൈസർഗികമായിട്ട് വരുന്നത് വലിയൊരു വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ഇത്തരം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇപ്പൊ പൗരോഹിത്യത്തിലേക്ക് കടന്നു നവവൈദികരെ ഇത്തരം മിഷൻ പ്രദേശങ്ങളിലേക്ക് നമ്മൾ കടത്തിപ്പിടിക്കുകയാണല്ലോ, അല്ലെങ്കിൽ മിഷൻ പ്രദേശങ്ങളിൽ അവരെ ചുമതല കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആത്മീയ ജീവിതം കുറച്ചുകൂടെ തളിർക്കുകയും പുഷ്പിക്കുകയും അവരിലേക്ക് വരുന്നവർക്ക് ഒരു സുഗന്ധം പരത്തുവാൻ തക്ക ഒരു ആത്മീയത പ്രചോദിപ്പിക്കാൻ അവർക്ക് കഴിയും. ജോർജ്, മിഷണറിമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കണ്ണൂർ രൂപത ഒരു മിഷൻ രൂപതയാണ്. അപ്പൊ ഇവിടെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ നിന്ന് വന്ന മിഷണറിമാരാണ്. സുക്കോളച്ചനും പിന്നെ മൊന്തനാരി അച്ഛനും ടഫ്രേൽ അച്ഛനും കൈറോണി അച്ഛനൊക്കെ എന്ന് പറയുന്നത് അവർ മിഷണറിമാരായിട്ട് ഇറ്റലിയിൽ നിന്ന് വന്ന്, അന്ന് കോഴിക്കോട് രൂപതയുടെ ഭാഗമായിട്ടാണ് എല്ലാ രൂപതകളും മലബാറിൽ. അപ്പൊ അവരുടെ പ്രേക്ഷിത പ്രവർത്തനം, മിഷൻ പ്രവർത്തനമാണ് ഇവിടെയുള്ള മലബാറിലുള്ള എല്ലാ രൂപതകളുടെയും നാനാജാതി മതസ്ഥര ആളുകളുടെ ഉന്നമനത്തിന് അത് കാരണമായിട്ടുണ്ട്. അതെ. അപ്പൊ മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം അവർ വിശാലമായിട്ടുള്ളൊരു മനസ്സാണ്. അവർക്ക് നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അവിടെ വേറെ തിരിവില്ല, റീത്തിന്റെ വ്യത്യാസമോ ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ജോർജ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ആഫ്രിക്കയിൽ അച്ഛന്മാർ പോയി പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല കാര്യം. അത് അത്രമാത്രം ഇപ്പോഴത്തെ പ്രായോഗികമായിട്ട് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് ഒഴിച്ചുകൂടാനാതെ ചിന്തിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഇപ്പോൾ കണ്ണൂരേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ കേരളത്തിലാണെങ്കിലും ഞാനൊരു മിഷണറിയാണ്. തീർച്ചയായും. കാരണം കണ്ണൂർ രൂപത
ഒരു മിഷൻ രൂപതയാണ്. ഇവിടെയുള്ള ആളുകൾ മിഷണറിമാരാണ് അവരെ വളർത്തിയത്. അപ്പം എൻ്റെ ബാധ്യം ആ മിഷണറിമാരുടെ ചൈതന്യം സ്വീകരിച്ചിട്ട് അവർ നടന്ന വഴികളിലൂടെ നടക്കാനാണ് എൻ്റെ മനസ്സ്. അപ്പോൾ അവർ കാണിച്ചു കഴിഞ്ഞിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, അവരുടെ ആരൂപി ഹൃദയത്തിൽ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് കണ്ണൂർ രൂപതയിൽ ഒരു മിഷണറി ആയിട്ട് ജീവിക്കാനായിട്ടാണ് പൗലോസിനെ പോലെ എൻ്റെ ഒരാഗ്രഹം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കണ്ണൂർ രൂപതയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് മദർ പേത്രയുടേത്, DSS കോൺഗ്രിഗേഷൻ. അവർ കണ്ണൂർ രൂപതയോടൊപ്പം ചേർന്ന് അഗതികൾക്ക് ഒരു തണലായി, നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ഒരു ദൈവത്തെ പകർന്നു കൊടുക്കാൻ ഏറ്റവും കരുത്തരായിരുന്നു DSS കോൺഗ്രിഗേഷൻ, അതുപോലെ തന്നെ മദർ പേത്രയും. ഞാൻ കണ്ണൂരിൽ അധികം നാളായിട്ടില്ല വന്നിട്ട്. പക്ഷെ എനിക്ക് ലഭിച്ചൊരു സുവർണ അവസരം എന്ന് പറയാം. എൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷം ഞാൻ ആദ്യം തന്നെ പോയത് ഇതുപോലെയുള്ള മിഷണറിമാരുടെ ശവകുടീരങ്ങൾ സന്ദർശിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങാനാണ്. അപ്പം മദർ പേത്രയുടെ ടൂമ്പിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ശാലോം പ്രേക്ഷകരോടും പറയാണ്, മദർ പേത്ര കണ്ണൂരിൻ്റെ മദർ തെരേസയാണ്. അത്രമാത്രം ആളുകളെ, അഗതികളെയും ആലംബഹീനരെയും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ധനിയായ സ്ത്രീയാണ് മദർ പേത്ര. ആ മദർ പേത്രയുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നവരാണ് ദീനസഭയിലുള്ള എല്ലാ സന്യസ്തരും. അവർ ചെയ്യുന്ന പ്രവൃത്തി, പ്രേക്ഷിത പ്രവൃത്തി മാതൃകാപരമാണ്. ഞാൻ അവരെ എപ്പോഴും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോഴും എന്നെ ഒത്തിരി ആകർഷിക്കുകയും, അതുപോലെ തന്നെ മദർ തെരേസ എപ്രകാരമാണ്, മദർ തെരേസയുടെ സിസ്റ്റേഴ്സിന് പ്രത്യേകമായിട്ടുള്ള പാവങ്ങളോടുള്ള സ്നേഹം, അത് നിലനിർത്തിക്കൊണ്ട് കണ്ണൂർ രൂപതയിൽ മാത്രമല്ല, ഇന്ന് ദീനസഭ പല രൂപതകളിലും ഏകദേശം 44ഓളം സന്യാസഭവനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ രൂപതയുടെ ഒരു സാമൂഹിക സേവന മുഖമാണ്, അല്ലെങ്കിൽ സാമൂഹിക സേവനം ചെയ്യണം, എല്ലാവരെയും കൈപിടിച്ചുയർത്തണം, എല്ലാവരെയും നമ്മുടെ ഏകോദര സോദരരാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് കെയ്റോസ് എന്ന സ്ഥാപനം. അതിൻ്റെ ജൂബിലി ഈയിടയ്ക്ക് പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ആഘോഷിക്കപ്പെടുകയുണ്ടായി. അത് തീർച്ചയായും സമൂഹത്തോടുള്ള കണ്ണൂർ രൂപതയുടെ ഒരു കടപ്പാട്, അല്ലെ സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള കണ്ണൂർ രൂപതയുടെ നിശ്ചയദാർഢ്യമല്ലേ യഥാർത്ഥത്തിൽ കെയ്റോസ്? കൈറോസിന്റെ ആപ്തവാക്യം തന്നെ എല്ലാവർക്കും എല്ലാം ആകുവാൻ. പിന്നെ കൈറോസ് എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ സമയമാണ്. അപ്പൊ ദൈവത്തിന്റെ സമയത്ത് ആളുകളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിക്കാനായിട്ട് കൈറോസ് കണ്ണൂർ രൂപത നിലവിൽ വന്നതിന് ശേഷം ചക്കാലക്ക പിതാവ് തുടങ്ങി വെച്ച എല്ലാ പ്രവർത്തനങ്ങളും അലക്സ് പിതാവ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടുത്ത് തന്നെ, അതായത് ജനുവരിയിൽ കൈറോസിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുകയുണ്ടായി. അപ്പോൾ അത്രമാത്രം ജനങ്ങൾ പങ്കെടുക്കുകയും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ പങ്കെടുത്ത ഒരു കൂട്ടായ്മയായിരുന്നു കൈറോസ് സംഘടിപ്പിച്ചത്. അപ്പോൾ കൈറോസ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സോഷ്യൽ വിഭാഗമായിട്ട് ഇന്ന് കണ്ണൂരിൽ അറിയപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ജോമോനച്ചനാണ് അതിൻ്റെ ഡയറക്ടറായിട്ട് തുടർന്ന് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിതാവ് അതുപോലെ തന്നെ ഒരു മിഷൻ രൂപതയാണ് കണ്ണൂർ എന്ന് പിതാവ് പറഞ്ഞു. ഇവിടെ കണ്ണൂർ രൂപതയുടെ യഥാർത്ഥത്തിൽ കരുണയുടെ മുഖമാണ് ഹോളി മൗണ്ട്. അവിടെ അഗതികൾ, അനാഥർ, രോഗികൾ, കിടപ്പ് രോഗികൾ ഒക്കെ ശുശ്രൂഷിക്കുന്ന, എനിക്കൊന്ന് ഈ മലബാറിൻ്റെ അല്ല കണ്ണൂർ രൂപതയുടെ കരുണയുടെ മുഖമാണ് യഥാർത്ഥത്തിൽ ഹോളി മൗണ്ട്. ഹോളി മൗണ്ടിലേക്ക് പോകുന്നുള്ള ഒരു അനുഭവം, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, അതായത് കർത്താവ് പലപ്പോഴും മലമുകളിലേക്ക് പോകില്ലേ, അതുപോലെയുള്ള ഒരു അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കണ്ണൂരിൻ്റെ സഹായമെത്രാനായിട്ട് അനൗൺസ് ചെയ്ത് അന്ന് തന്നെ, അത് കഴിഞ്ഞിട്ട് എന്നോട് അലക്സ് പറഞ്ഞ് നമുക്ക് ഹോളി മൗണ്ടിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് ഹോളി മൗണ്ട് ഏതാണെന്ന് അറിയാൻ പാടുണ്ടായിരുന്നില്ല. മലകയറ്റമാണെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോളി മൗണ്ടിലുള്ള, ഇപ്പോഴും ജോർജ് പറഞ്ഞ പോലെയുള്ള ആരുമില്ലാത്ത അഗതികളായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും പൊന്നുപോലെ കണ്ണൂർ രൂപത അവരുടെ കാര്യങ്ങൾ നോക്കി സന്തോഷപ്രദമായിട്ട്, ഈ കഴിഞ്ഞ ക്രിസ്മസിനാണെങ്കിൽ ഞങ്ങളൊരു 2-3 മണിക്കൂർ അവരോടൊപ്പം സമയം ചെലവഴിച്ച്
അവരുടെ പാട്ടും അവരെ സന്തോഷിപ്പിക്കാനായിട്ട് സെമിനാരിക്കാരും അവിടുത്തെ അയൽക്കാരൊക്കെ കൂടി അങ്ങനെ ഉള്ള ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോൾ ഹോളി മൗണ്ട് എന്താണെന്ന് കണ്ണൂരിലും മലബാറിലുള്ളവരൊക്കെ അറിഞ്ഞിരിക്കുന്നതല്ലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മലയാളികളല്ലാത്തവരുണ്ട്, മലയാളികളായിട്ടുള്ളവരുണ്ട്, പല പ്രായക്കാരായിട്ടുള്ള അന്യ ആളുകൾ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ആളുകളുണ്ട്, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉണ്ട്. അങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് കണ്ണൂർ രൂപത നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ 2 കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റേഴ്സ് ഉണ്ട്, ഷിജോച്ചനുണ്ട്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അവർ കരുണയുടെ മുഖം കണ്ണൂരിൽ കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മാർപ്പാപ്പ ഇപ്പം രോഗാവസ്ഥയിലാണ്. അപ്പോൾ ആ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ മുഖം, കത്തോലിക്ക സഭ കരുണയുടെ ഒരു മുഖം കാണിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിസ് എന്ന നാമം തന്നെ സ്വീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് അസീസി എപ്രകാരമാണോ വലിയ ധനിക കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ പാവപ്പെട്ടവരിൽ യേശുവിനെ കാണാനായിട്ടുള്ള ആ ദൗത്യമാണ് ഇന്ന് മാർപ്പാപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകം അത് അംഗീകരിച്ചു കഴിഞ്ഞു. ക്രൈസ്തവ സഭയും അത് തന്നെ ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ണൂരിൽ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഞങ്ങൾ ഇപ്പോൾ കണ്ണൂർ രൂപതയിൽ ഞാൻ വന്നതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് ഒത്തിരി സ്നേഹത്തോടുകൂടിയും കരുണയുടെ മുഖം ഈ രൂപതയ്ക്ക് കാണിക്കാനായിട്ടുള്ള ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഹോളി മൗണ്ട് ഉള്ളത്. അപ്പോൾ അത് നിങ്ങളും പ്രേക്ഷകരും ശാലോമിലുള്ള പ്രേക്ഷകരും അതുപോലെ തന്നെ മലബാറിലുള്ളവരെല്ലാവരും ഈ ഹോളി മൗണ്ടിനെ വേണ്ട വിധത്തിൽ കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ സഹായിക്കണമെന്നും കൂടെയുള്ള ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. തീർച്ചയായും പിതാവ് സംസാരിക്കുമ്പോഴെല്ലാം മാതാപിതാക്കളെ കുറിച്ച് വളരെ വളരെ നല്ല ഓർമ്മകൾ, അല്ലെങ്കിൽ ജീവിതത്തെ ആഘോഷമാക്കിയ മാതാപിതാക്കളെ ആദരിക്കണം എന്ന് പിതാവ് എപ്പോഴും പറയുണ്ടായി. ഇപ്പോഴത്തെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും മാതാപിതാക്കൾ ഇന്ന് 4 ചുവരുകൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവർക്ക് ജീവിതം ആഘോഷിക്കാൻ, അവർക്ക് ആത്മീയമായിട്ട് വളരാൻ, ആത്മീയമായിട്ട് ഉണരാൻ എന്താണ് പിതാവിന് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ളത്? നമ്മുടെ മാതാപിതാക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ള ഒരു കൽപ്പന മാത്രമല്ല, അത് ജീവിത ശൈലിയായിട്ട് മാതാപിതാക്കന്മാർക്ക് അനുഭവവേദ്യമായിട്ട് അവരുടെ പ്രായാധിക്യമായിട്ടുള്ള ആ സമയങ്ങളിൽ മക്കൾ കൊടുക്കുന്നത് അവർക്ക് തന്നെ പിന്നീടാണെങ്കിലും ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോൾ അതൊരു പിൻബലമായിട്ട് തരും. അത് മുടക്കം വരുത്താതെ ഈ എന്നെ ശ്രവിച്ചിരിക്കുന്നവർക്കും ഇതൊരു ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഈ ശാലോം ടി വിക്കാരും ഇവിടെ വന്നിരുന്ന് എന്നോട് സംവാദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് എൻ്റെ അപ്പച്ചൻ രാവിലെ മുതൽ ശാലോം ടി വി കണ്ടുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കണമല്ല, ഇപ്പോൾ ജപമാലയിലാണെങ്കിൽ ജപമാല കൂടെ ചെല്ലും. ദിവ്യകാരുണ്യമാണെങ്കിൽ ദിവ്യകാരുണ്യനാഥൻ മുന്നിൽ എഴുന്നള്ളിരിക്കുന്നത് പോലെ തന്നെ അപ്പച്ചൻ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെയും വളരെയധികം ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള ആരാധനയാണ്, പരിപൂർണമായ ആരാധന. ദീപലിയാണെങ്കിൽ അതിപ്പോൾ ശാലോമൻ ടി വിയിൽ അന്നത്തെ ആദ്യകാലങ്ങളിലൊക്കെ ആണെങ്കിൽ സിറോ മലബാറിൻ്റെ കുർബാന ഒരു ദിവസം, മലങ്കര കുർബാന ഒരു ദിവസം, ലത്തീൻ ക്രമത്തിലുള്ള കുർബാന ഒരു ദിവസം. പക്ഷെ അപ്പച്ചൻ ഓരോ ദിവസം ആ കുർബാനയും രാവിലെ പള്ളിയിൽ പോയി കുർബാന കണ്ടാണെങ്കിലും പ്രായാധിക്യം വന്നു കഴിഞ്ഞപ്പോൾ അധികം യാത്ര ചെയ്യാത്ത അവസരങ്ങളിൽ ശാലോ ടി വി ഒരു കൂട്ടായിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഇപ്പോൾ വന്ന് സംവാദിക്കുമ്പോൾ എനിക്ക് ഉള്ളൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം വയോധികരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് ശാലവും ആശ്വാസവും ഒരു ആത്മീയ കൂട്ടായ്മയും നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ചെറുപ്പക്കാരാണെങ്കിലും ആ രൂപയിൽ തന്നെയാണ് ഇതിൻ്റെ സംപ്രേഷണം ചെയ്യുന്നത് കാണുമ്പോൾ അതൊരു ഒരു ശുശ്രൂഷയായിട്ട് തന്നെ, സുവിശേഷ വേലയായിട്ട് തന്നെ ശാലോം ടി വി ഇതിൻ്റെ ഷെലിയർ ബെന്നിയെ ഞാൻ ഇതിന് അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യ ജന്മങ്ങൾക്ക് ശാലോം ഒരു ആത്മീയ ആഘോഷത്തിനുള്ള വേദി ആ ചുവരുകൾക്കിടയിൽ നൽകുന്നു എന്ന പിതാവിൻ്റെ നല്ല വാക്കുകൾക്ക് ശാലോമിൻ്റെ ഒരു പ്രതിനിധി നിലയിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ പിതാവിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ, കാരണം മിഷൻ രാജ്യങ്ങളിലാണ്, വിവിധ ഭാഷകളുള്ള അമേരിക്ക, ആഫ്രിക്ക, പിന്നെ ചെക്ക് റിപ്പബ്ലിക്, ഇങ്ങനെ ഭാഷാ വ്യത്യാസമുള്ള, സംസ്കാര വൈവിധ്യങ്ങളുള്ള
രാജ്യങ്ങളിലൂടെയാണ് ആ, മഞ്ഞു മാതാവ് പിതാവിനെ കൈപിടിച്ചിങ്ങനെ കൊണ്ടുപോയത്. മറക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഓർമ്മിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ ആഫ്രിക്കയിലൊക്കെ ഒരുപാട് തട്ടിക്കൊണ്ടുപോലൊക്കെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലൂടെയുള്ള മിഷൻ തീഷ്ണത, അല്ലെങ്കിൽ മിഷനറി എന്ന ഒരു സ്പിരിറ്റ് ആളിക്കത്തിച്ച, അല്ലെങ്കിൽ ഒരു എന്നെ ദൈവം എന്നെ കരുതലോടെ പരിപാലിച്ചു എന്ന് തോന്നുന്ന ഒരു അനുഭവം പിതാവിന് പറയാൻ കഴിയും. ജോർജ് പറഞ്ഞ പോലെ മഞ്ഞിൽ കൊണ്ട് നടന്നെന്ന് വിചാരിക്കണായിരിക്കും നല്ലത്. മഞ്ഞെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ മഞ്ഞ് കാണുന്നത് ക്രിസ്മസിന്റെ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരു സ്വർഗീയ മഞ്ഞായിരിക്കണം എന്നെ ആഫ്രിക്കയിലും പല രാജ്യങ്ങളിലും കൊണ്ട് നടന്നതും. അവിടെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളാണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്ന വിധത്തിൽ എനിക്ക് അത്രമാത്രം ദുഃഖഭാരമൊക്കെ ഇല്ലാതെ തന്നെ ജീവിക്കാനായിട്ട് സാധിച്ചത് ഈ സ്വർഗീയ മഞ്ഞാണ്, മാതാവിൻ്റെ മഞ്ഞാണെന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ സംഭവങ്ങൾ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബുറൂണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടുള്ള രാജ്യത്തായിരിക്കുമ്പോഴാണ് നുൻഷ്യോന വെടിവെച്ച് കൊല്ലുന്നത്. ഓ. അപ്പോഴും ഞാൻ ആ സമയത്ത് വെക്കേഷൻ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. മൈക്കിൾ കേട്ട്നി എൻ്റെ ആദ്യത്തെ നുൻഷ്യോണ്. ഞാനിവിടെ ക്രിസ്മസിന് വന്നിരിക്കുന്ന സമയത്ത് തിരിച്ചു പോകുന്ന അന്നാണ് അന്നത്തെ നുൻഷ്യോന് വെടിയേറ്റത്. അത് കഴിഞ്ഞ് ഇതുപോലുള്ള വേദനിപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദൈവം അത് കഴിഞ്ഞ ശേഷം വേറൊരു വാതിലും ഒരു ജനലും നമുക്ക് മഞ്ഞ് നടത്തിക്കൊണ്ടുപോയാലെ ഈ ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ കണ്ണൂർ എത്തിയിരിക്കുന്നു. അപ്പോൾ മിഷണറി അനുഭവം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടുള്ളതും നമ്മളെ തളർത്തുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവം തന്നെ ആ സമയത്ത് നമ്മളെ നടത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു ദൈവം തന്നെ ബലം തരും. എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ പിതാവെ, നമുക്ക് പിതാവിൻ്റെ പൗരോഹിത്യ ജീവിതം, എനിക്കൊന്ന് പുരോഹിതനായി ഏറെ വൈകാതെ തന്നെ പിന്നെ റോമിലേക്ക് പോയി. പിന്നീട് അവിടെ നിന്ന് പിന്നെ ഇവിടെ കുറച്ച് കാലങ്ങൾ മാത്രം ശുശ്രൂഷ ചെയ്തു. പൗരോഹിത്യ ജീവിതത്തിലെ, അല്ലെങ്കിൽ ഈ നവപുരോഹിതർക്ക് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച ഒരു സന്ദേശം അതെന്താണ്? നവപുരോഹിതർക്ക് ഉള്ള സന്ദേശം എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മാതാവിനോടൊരു പ്രത്യേക ഭക്തി പുരോഹിതരെന്ന നിലയിൽ നമുക്കുണ്ടെങ്കിൽ, ജപമാല ചൊല്ലി ദിവസമൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ തന്നെ ഒരു വലിയ ബലമായിട്ട് പൗരോഹിത്യ ജീവിതത്തിൽ മാതാവിൻ്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടാവും. ഇന്നത്തെ പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു അത്താണിയാവും. സന്ദേശമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് എൻ്റെ മനസ്സിൽ ഒരു മാതാവിൻ്റെ ആ സംരക്ഷണ വലയത്തിൽ ആണെങ്കിൽ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമ്മയോട് തുറന്നു പറയാനായിട്ടും ഒരു ആത്മീയ ബന്ധം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവയെല്ലാം നേരിടാൻ കഴിയും. അതുകൊണ്ട് മാതാവിനോടുള്ള ഒരു മാതാവിന്റെ കാപ്പയുടെ കീഴിലായിരിക്കും. അതന്നെ ആ ഒരു ഭക്തി. അതുപോലെ തന്നെ ദിവ്യകാരുണ്യനാഥൻ്റെ മുന്നിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും ദിവ്യകാരുണ്യം തന്നെയാണ്. പിതാവ്, അതുപോലെ ഇപ്പോൾ ഈ ആത്മീയ ആഘോഷങ്ങൾ, തിരുനാളുകൾ, അതുപോലെ തന്നെ ക്രിസ്മസ്, ഈസ്റ്റർ, ഇത്തരം ആഘോഷങ്ങളൊക്കെ അതിരുവിടുന്നതായി അങ്ങനെ അതിരുവിടുന്നതായി തോന്നാറുണ്ടോ? അതുമല്ലെങ്കിൽ ഇത്തരം ആഘോഷങ്ങളെ ആത്മീയ ആഘോഷങ്ങളാക്കി മാറ്റാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ പിതാവിൻ്റെ? ജോർജ്, ഞാൻ ആഗ്രഹിച്ച ഒരു മർമ്മത്തിലേക്കാണ് വന്നേക്കണത്. എന്നെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകളുടെ സന്തോഷം, ചെറുപ്പകാലത്ത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന തിരുനാളുകളുടെ സന്തോഷവും, പിന്നെ മുതിർന്ന ഒരു വൈദികനായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ തിരുനാളുകൾക്ക് എനിക്ക് ലഭിക്കുന്ന ഒരു സന്തോഷം തമ്മിൽ വേർതിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഉത്തരവാദിത്വം കരുതുന്നു. ചെറുപ്പകാലത്തൊക്കെ നമുക്കറിയാം, ഇപ്പം ഈസ്റ്റർ, ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പം അന്ന് സ്വാദുള്ള വിഭവങ്ങൾ അമിച്ച ഉണ്ടാക്കും. അപ്പം അത് കഴിക്കാനുള്ള ഒരു സന്തോഷം. ഇപ്പോൾ താറാവിറച്ചിയാണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോഴുള്ള ആ പദാർത്ഥങ്ങളോടുള്ള ഒരു ആഗ്രഹം, ഒരു തിരുനാളിൻ്റെ താല്പര്യം. ഇന്നത്തെ പണ്ടൊക്കെ ഈ തിരുനാൾ കാലത്തല്ലേ നമുക്ക് കോഴിയിറച്ചി ആയാലും പോത്തിറച്ചി ആയാലും നമുക്ക് വീടുകളിൽ കിട്ടുക കൂടുതലായി. ഇന്നത്തെ തിരുനാളുകൾ കുറച്ചൊക്കെ അതിരി കഴിഞ്ഞു പോകുന്ന വിധത്തിലുള്ള പല വിധത്തിലുള്ള ആഘോഷങ്ങളാണ് ഉള്ളത്.
അപ്പോൾ അതിനെയൊക്കെ ഒരു ആത്മീയ സന്തോഷമായിട്ട് മാറ്റാനായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത് എൻ്റെ അപ്പച്ചൻ തന്ന ഒരു നിർദ്ദേശമൊന്നുമല്ല. പക്ഷേ എന്തോ എന്നോട് അപ്പച്ചൻ ഇപ്പം പെരുന്നാളുകൾക്കാണെങ്കിൽ ഇപ്പം എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം, പള്ളിയിലെ മാതാവിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഈസ്റ്റർ ആഘോഷിക്കുന്നു. ആ സമയങ്ങളിലെല്ലാം ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എൻ്റെ അപ്പച്ചൻ എന്നോട് എന്നെ പഠിപ്പിച്ചല്ല, അങ്ങനെ അപ്പച്ചൻ്റെ ഒരു താല്പര്യത്തിൽ ഞാൻ തുടങ്ങി വെച്ചാണ്. അതായത് അവിടെ ഉണ്ടെങ്കിൽ പള്ളിപ്പുറം ഇടവകയിലുള്ള അല്ലെങ്കിൽ പള്ളിപ്പുറം പ്രദേശത്തുള്ള ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും. പിന്നെ അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, പിന്നെ ഒരു വൃദ്ധ മന്ദിരമുണ്ട്. ഈ 3 സ്ഥലങ്ങളിലും എൻ്റെ ജന്മദിനത്തിനാണെങ്കിലും ഈസ്റ്ററിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും അവരെ പോയി കാണുകയും അവരോട് ക്രിസ്മസും ഈസ്റ്ററൊക്കെ വിഷ് ചെയ്യുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യും. പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ക്രിസ്മസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആത്മീയ സന്തോഷമായിട്ട് മാറി. അപ്പം നമ്മൾക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. നമ്മുടെ ആഘോഷങ്ങളെ ആത്മീയമായിട്ടുള്ളൊരു സന്തോഷമൊക്കെ ഇട്ട് മാറ്റാനായിട്ട് ജന്മദിനങ്ങൾ അഗതി മന്ദിരങ്ങളിൽ നമുക്ക് അവരോടൊപ്പം പോവാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം കുട്ടികൾ, വീട്ടിലുള്ള എല്ലാ കുട്ടികളെയും കൂടി മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ ഒരുമിച്ച് കാണാനായിട്ട് പോയി. അപ്പൊ അതുപോലെയുള്ള ഒരവസരമായിട്ട് അങ്ങനെ വരുമ്പോ ആ കുട്ടികൾക്ക് ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു വലിയ പഠനമാണ്. മതബോധനത്തിന് ഇത് വളരെ ഉപകാരപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രീതി ഞാനും കോട്ടപ്പുറം രൂപതയുടെ മതബോധന ഡയറക്ടറായിട്ട് റോമിൽ പോകുന്നതിന് മുമ്പായിരുന്നു. അപ്പം അന്ന് പാഠപദ്ധതിയിലും പെടുത്തിയിരുന്നത് 5ാം ക്ലാസ്സുകാരും 6ാം ക്ലാസ്സുകാരും 7ാം ക്ലാസ്സുകാരും ഇതുപോലുള്ള ഏതോ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കണം, ടീച്ചേഴ്സിനെ കൂടി പോകണം എന്നുള്ളത്. അപ്പോൾ ഈ ജോർജ് പറഞ്ഞ പോലെ തിരുനാളുകൾക്കൊക്കെ ഒരു പുതിയൊരു മാനം, ആത്മീയ മാനവും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവിനുള്ള ഒരു സമയം കൂടിയായിട്ട് ഒരു ആത്മീയ സന്തോഷമാക്കാനായിട്ട് ഉള്ള ഒരു പ്രേരണ കുടുംബങ്ങളിൽ നിന്നൊക്കെ ലഭിക്കണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഉൾക്കാഴ്ചയും ഒരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായിട്ട് മാറുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മതബോധന രംഗം കുറച്ചും കൂടി മതബോധനം കുഞ്ഞുങ്ങൾക്ക് ജീവിതഗന്ധിയായി അനുഭവവേദ്യമാക്കുവാൻ, അല്ലെ ഹൃദയകാര്യം, അവരുടെ തന്നെ ജീവിതമല്ലേ ഈ പറയുന്നത്, തൻ്റെ തന്നെ ജീവിതമല്ലേ, തൻ്റെ കുടുംബത്തിൻ്റെ ജീവിതമല്ലേ, തൻ്റെ മുമ്പിൽ കാണുന്ന സമൂഹത്തിൻ്റെ ജീവിതമല്ലേ താൻ ഈ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നത് എന്ന് ആ ജീവിക്കുന്ന ദൈവത്തെ അവിടെ അനുഭവവേദ്യമാക്കാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എവിടെ വരെ പോയാലും യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ അവരെ സഹായിക്കും. മതബോധന രംഗം ഇതുപോലെ തന്നെ ജീവിതഗന്ധിയായിട്ട് തീർക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എൻ്റെ ഓർമ്മ, ഞാൻ കാറ്റഗിസം ഡയറക്ടറായിരുന്ന വർഷങ്ങൾ 96-97 വർഷങ്ങളിൽ കോട്ടപ്പുറം രൂപതയിൽ പാഠ്യപദ്ധതികൾ നമ്മൾ രൂപപ്പെടുത്തി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. പക്ഷേ അതിന് കൂടെ ആയിട്ടൊരു മാനുവലായിട്ട് സജസ്റ്റ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരു 5ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾക്കൊക്കെ കുറച്ച് ബോധം ബുദ്ധിയൊക്കെ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ, ഇപ്പോൾ 5ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അവരെയും ടീച്ചറിനോടൊപ്പം തന്നെ ഒരു രോഗിയുടെ ഭവനം സന്ദർശിക്കുക, ആസ്പത്രി സന്ദർശിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഉൾക്കാഴ്ചയായിരിക്കും, ഒരു തുറവിയായിരിക്കും. ഇതുപോലെ തന്നെ പ്രാർത്ഥനയുടെ കൂട്ടായ്മയും വേണമെങ്കിൽ അവരെ കൊണ്ട് ഒരു കുടുംബത്തിലാണെങ്കിലും പോയി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും, അങ്ങനെ വിവിധ സുവിശേഷം ഓരോ ഭവനങ്ങളിൽ പോയി പറയുന്ന നല്ല വചന പ്രഘോഷകരാക്കി അവരെ മാറ്റാൻ കഴിയും, ജീവിതഗന്ധിയായിട്ട് തീർക്കാനായിട്ട് പറ്റും. നമ്മൾ യേശുവിനെ കുറിച്ചുള്ള ചരിത്രവും അതുപോലെ തന്നെ നമ്മുടെ പാഠ്യപദ്ധതിയും തുടർന്ന് തന്നെ പോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള പാഠപുസ്തകങ്ങളോടൊപ്പം തന്നെ ടീച്ചർമാർക്ക് മതബോധന അധ്യാപകർക്ക് അവർക്ക് തന്നെ ഉള്ള ബോധ്യങ്ങളിൽ നിന്ന് അവർ തന്നെ ഒരു ജീവിത സാക്ഷിയായിട്ട് മാറുകയാണെങ്കിൽ കുട്ടികൾ എളുപ്പത്തിൽ വേദപാഠത്തിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മതബോധനത്തിൽ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി പരിഷ്കാരങ്ങൾ ഉണ്ടാക്കാതെ ജീവിതത്തിന് ഗന്ധിയായിട്ടുള്ള രീതിയിൽ അവരെ ജീവിക്കുന്ന യേശുവിനെ കണ്ടുമുട്ടാനായിട്ടുള്ള എൻ്റെ സഹോദരനിൽ, ഒരു അഗതിയിൽ, ഒരു പാവപ്പെട്ടവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഇപ്പോൾ മാർപ്പാപ്പ പറയുന്ന പോലെ തന്നെ നമുക്ക് അവരുടെ കണ്ണുകളിൽ നോക്കി ഒരു
സംസാരിക്കാനും അവർക്കൊരു പുഞ്ചിരി നൽകാനും ഒക്കെ നൽകുന്ന ഒരു രീതിയിലാണെങ്കിൽ ആ യേശു അനുഭവം അവർ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഹൃദ്യസ്ഥമാക്കാൻ പറ്റുമെന്നുള്ള എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ പിതാവ് അമേരിക്കൻ ഭൂഖണ്ഡമായാലും ആഫ്രിക്കൻ ഭൂഖണ്ഡമായാലും ഒക്കെ അവിടെയുള്ള യുവാക്കളുടെ സ്പന്ദനങ്ങൾ തൊട്ടറിയാൻ പിതാവിന് ദൈവം പ്രത്യേകമായി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇവിടെ നമ്മൾ കേരളത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ യുവാക്കളോട് യുവാവായ യേശുക്രിസ്തുവിൻ്റെ ആ ചടുലതയിലേക്ക്, ആ ഒരു ആത്മീയ ബോധത്തിലേക്ക് അല്ലെ അവരെ കൈപിടിച്ചു കൊണ്ടുപോകാൻ പിതാവെ അവരോടൊപ്പം ആയിരിക്കുവാനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പിതാവിന് പറയാം? എനിക്കാണ് ജോർജ് ഇപ്പോഴും യുവായിട്ടിരിക്കണ ഇതുപോലെയുള്ള എന്തോ അതിൻ്റെ ഒരു സീക്രട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് യുവാവായ യേശുവിൻ്റെ ആ പ്രസരിപ്പ് ജോർജിൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ യുവാവായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ വഴി അല്ലെങ്കിൽ ഒരു പുതിയ വഴി തേടുന്നവനാണ് യുവാവ്. അതായത് സത്യത്തിലേക്കാകാം, നീതിയിലേക്കാകാം, അങ്ങനെ പുതിയ പാന്താവും ഒത്തിരിയേറെ എനർജിയൊക്കെ ഉള്ളവരാണ് യുവാക്കൾ. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിനോട് അടുത്തിടാനായിട്ട് അവർക്ക് എളുപ്പമാണ്, അവർക്ക് താല്പര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വിശ്വാസത്തിലൂടെയുള്ള വഴിയാണ് ഏറ്റെടുക്കണമെങ്കിൽ ആ യുവത്വം നിലനിർത്താനായിട്ട് എപ്പോഴും പറ്റും. ആ പ്രസിദ്ധരിമ അത് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ കാണിച്ചു കൊടുക്കാം. യുവത്വം നിലനിർത്തുവാൻ യുവാവായ യേശുവിനോടൊപ്പം നടന്നാൽ മതി. നടന്നാൽ മതി, അത് മതി, അത്ര മാത്രം മതി. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ജീസസ് യൂത്തിൻ്റെ യുവാക്കളാണ്. ഞാൻ ഈ തായ്ലൻഡിലായിരുന്നപ്പോൾ ജീസസ് യൂത്തിൻ്റെ അന്നത്തെ ഇൻ്റർനാഷണൽ ഡയറക്ടറായിരുന്ന ജോർജിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ ജോർജി അന്ന് ഇൻ്റർനാഷണൽ ഗ്യാതറിങ്ങിൽ അവർക്ക് ഫോർമേഷൻ 3 മാസമൊക്കെ നടത്തുന്നത്. ഇവിടെയാണെങ്കിലും ജീസസ് യൂത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ അവർ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി പഠനത്തിന് ശേഷം ഒരു പ്രൊഫഷനിലോട്ടൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് 1 വർഷമൊക്കെ അവരതിനുവേണ്ടി പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി വേറെ രാജ്യത്താണെങ്കിലും ഒക്കെ പോകാനായിട്ടുള്ളൊരു സന്നദ്ധത. അങ്ങനെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയ മച്യൂരിറ്റിയിലേക്ക്, അതായത് അവരുടെ ഒരു പക്വതയിലേക്ക് വളരുന്നതായിട്ട് കാണാവുന്ന യുവാക്കൾ കേരളത്തിലുള്ളത് നമുക്കൊരു വലിയൊരു ശക്തിയാണ്. അപ്പോൾ അത് ആ മാർഗം തന്നെ എല്ലാവരും പിന്തുടരുന്നതാണെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും പ്രത്യാശയും അവർക്ക് നേരാനുള്ള ഒരു സന്ദേശവും. പ്രിയപ്പെട്ടവരെ, നമ്മളോടൊപ്പം ഇത്രയും നേരമായിരുന്നത് കണ്ണൂർ രൂപതയുടെ സഹായമെത്രാൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവാണ്. തൻ്റെ മിഷൻ ജീവിതാനുഭവങ്ങളും തന്നെ താനാക്കി മാറ്റിയ കുടുംബത്തിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മളെ കൈപിടിച്ച് നടത്തുകയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവ്. പിതാവിൻ്റെ തീഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ ഇനിയും പിതാവിനെ കൂടുതൽ കരുത്തുറ്റതാക്കി കണ്ണൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ ദൈവത്തെ കൊടുക്കുവാൻ, ആത്മീയമായ നിർവൃതി പകർന്നു നൽകുവാൻ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവിന് ഇനിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അങ്ങേക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും നന്ദി.